ഈ ആഴ്ച ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഏതെങ്കിലും ഒരു ചരിത്രമോ മറ്റോ അല്ല. 2017 വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് എന്റെ സംഘത്തിൽ പുറപ്പെട്ട ഏതാനും ഹാജിമാരുടെ കൂടെ അട്ടപ്പാടിയിൽ ചെലവഴിച്ച സന്തോഷകരമായ നിമിഷങ്ങളും കാഴ്ചകളുമാണ്. നിരവധി വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്ന അൽ ഹിന്ദ് എന്ന സ്ഥാപനം വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോവാൻ നാഥൻ എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. സർവസ്തുതിയും നാഥന്. എല്ലാവർക്കും നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ഒരാൾക്കും ഹജ്ജിന് പോവാൻ സാധിച്ചില്ല. 2017 ഹജ്ജിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടയ്ക്കാണ് പെരുമ്പാവൂരിലെ കാണാമ്പുറം കൊച്ചുണ്ണിക്ക 15 വർഷത്തിലേറെ കാലമായി അട്ടപ്പാടിയിൽ ഭൂമികളും ലോഡ്ജുമുള്ള കൊച്ചുണ്ണിക്ക അദ്ദേഹത്തിന്റെ ലോഡ്ജിൽ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് ആ ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെയാണ് വിശുദ്ധ ഭൂമിയിൽ നിന്നും പരിചയപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് അട്ടപ്പാടിയിലേക്ക് യാത്ര പുറപ്പെട്ടത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളായിരുന്നു അത്. കാരണം വിശുദ്ധ മക്കയിലും മദീനയിലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ വീണ്ടും കുറച്ചു പേരാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന നിമിഷങ്ങൾ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ സംഘം അങ്കമാലി, പാലക്കാട്, മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ മണ്ണാർക്കാട് കഴിഞ്ഞ് ചുരം കയറുന്നതിന് മുമ്പുള്ള ചെറിയ അങ്ങാടി, ആനമൂളി എന്ന് പറയുന്ന അങ്ങാടിയിൽ ഞങ്ങളുടെ വാഹനം നിർത്തി. അട്ടപ്പാടിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ നിർത്തി, മിക്ക വാഹനങ്ങളും ഇവിടെ നിർത്തി ഇവിടെ നിന്ന് താറാവ് മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടാണ് ഇത്ര പോവുക. ഞങ്ങളുടെ വാഹനവും അതിനു വേണ്ടിയാണ് അവിടെ നിർത്തിയത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മിക്ക ആളുകളും ഇതിനു മുമ്പ് ഈ വഴി അട്ടപ്പാടിയിൽ പോയവരും ഇവിടെ നിന്ന് താറാവ് മുട്ട കഴിച്ചവരുമായിരുന്നു. സത്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു താറാവ് മുട്ടയുടെ സമ്പ്രദായം വന്നത് എന്ന് ആർക്കും അറിയില്ല. അവിടെയുള്ള മിക്ക കടകളിലും പുഴുങ്ങിയ താറാവ് മുട്ട ലഭിക്കും. അതുകൊണ്ട് പല കടകളുടെ മുമ്പിൽ വാഹനങ്ങൾ ആളുകൾ നിർത്തി താറാവ് മുട്ട കഴിക്കുന്നു. ഞങ്ങളും താറാവ് മുട്ട കഴിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താറാവ് മുട്ട കഴിക്കുന്നത്. ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു, മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട്. യഥാർത്ഥത്തിൽ അട്ടപ്പാടി എന്ന പേരിൽ ഒരു സ്ഥലം ഇല്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ അഗളി, ഷോളയാർ, പുത്തൂർ എന്നീ പഞ്ചായത്തുകളിൽ പാലക്കയം ഒഴികെയുള്ള ഭാഗങ്ങൾക്ക് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അട്ടപ്പാടി. സൈലന്റ് വാലി ഉള്ളത് പാലക്കയത്താണ്. മഹാശിലായുഗത്തിനു മുമ്പ് മുതലേ അട്ടപ്പാടിയിൽ ജനവാസമുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. 12 സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മഹാശിലായുഗ തെളിവുകൾ എന്ന് കരുതാവുന്ന
ശവക്കല്ലറകൾ, കുടക്കല്ലുകൾ, നന്നങ്ങാടികൾ, വിലക്കല്ലുകൾ എന്നിവ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ ജനവാസ ചരിത്രം മനസ്സിലാക്കാൻ എളുപ്പമാണ്. കടക്കല്ലുകൾക്ക് 3000 വർഷത്തിലേറെ പഴക്കമുണ്ട്. അട്ടപ്പാടി ഇന്ന് ഏറ്റവും വലിയ കുടിയേറ്റ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി ജനസംഖ്യ ഏകദേശം 30,000-ൽ പരമാണ്. ഇരുള, മുടുക, കുറുമ്പ വിഭാഗങ്ങളിലുള്ള ആദിവാസികൾ 192 ഊരുകളിലായി മലമടക്കുകളിൽ താമസിക്കുന്നു. ഏകദേശം 10,000-ഓളം ആദിവാസി കുടുംബങ്ങളാണ് 745 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അട്ടപ്പാടിയിലുള്ളത്. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ കൊച്ചുണ്ണിക്കയുടെ കക്കുപ്പടിയിലെ ഗ്രാൻഡ് ലോഡ്ജിലെത്തി. റൂമിൽ ബാഗുകൾ വെച്ച് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു. നമസ്കാരം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഉച്ചഭക്ഷണം റെഡിയായിരുന്നു. അട്ടപ്പാടിയിലെ ബിരിയാണിയും ചിക്കൻ ഡ്രൈ ഫ്രൈയും. ഞങ്ങൾ ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കൊച്ചുണ്ണിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും പുരാതന വീടും കാണാൻ പുറപ്പെട്ടു. കവുങ്ങുകൾ നിറയെ വെച്ച് പിടിപ്പിച്ച മനോഹരമായ കവുങ്ങിൻ തോട്ടം. എന്തൊരു ഭംഗിയുള്ള തോട്ടം! ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ഭംഗിയുള്ള കവുങ്ങിൻ തോട്ടം ഞാൻ കണ്ടിട്ടില്ല. തോട്ടത്തിലുള്ള നെല്ലിക്ക മരത്തിൽ നിന്നും നാടൻ നെല്ലിക്കയും പറിച്ചു കഴിച്ചു. തൊട്ടടുത്ത് ഒരു കുളവും. പഴയ ഓർമ്മകൾ പുതുക്കാൻ ഞങ്ങളുടെ കൂടെയുള്ള അബ്ബാസ് ഹാജി തെങ്ങിൽ കയറാൻ ഒരു ശ്രമം നടത്തി നോക്കി. അദ്ദേഹം ഇപ്പോൾ ഈ ജില്ലയുടെ അഥവാ പാലക്കാട് ജില്ലയുടെ ഡെപ്യൂട്ടി കളക്ടർ കൂടിയാണ്. ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് കാണാമ്പുറം ശംസുദ്ദീന്റെ ഊഴമായിരുന്നു. അതും പരാജയപ്പെട്ടു. അവസാനം കൊച്ചുണ്ണിക്ക തന്നെ കയറി വിജയം കണ്ടു. ശേഷം തോട്ടത്തിലൂടെ നടന്നു. അടുത്ത് തന്നെ വെള്ളം ഒഴുകി വരുന്ന ഒരു തോട്, ശുദ്ധജലം.
തിരിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ വാഴത്തോട്ടത്തിലൂടെ നടന്നു. വഴിയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു കുളം കണ്ടു. പച്ച പിടിച്ചിരിക്കുന്നു. ജാതിക്കയും മറ്റും ഉൾപ്പെടെ എല്ലാ കൃഷികളും ഇവിടെ കാണാൻ കഴിഞ്ഞു. ഇതാണ് 150 വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന കാലത്തെ വലിയ വീട്. ഉള്ളിൽ പ്രത്യേക ആകൃതിയാണ്. മുകളിലേക്കുള്ള കോവണിപ്പടി കയറിയാൽ മച്ചിൻ പുറത്ത് അടിഭാഗം മണ്ണ് കൊണ്ട് തേച്ചിരിക്കുന്നു. ചുമരുകൾ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓടിൽ ഓടിന്റെ നിർമ്മാണ തീയതി കുറിച്ചിരിക്കുന്നു. ആ കാലത്തെ ഏറ്റവും വലിയ വീടായിരിക്കും ഇത് എന്ന് ചുറ്റും നടക്കുമ്പോൾ മനസ്സിലാവുന്നു. ആ കാലത്ത് ആരായിരിക്കും ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടാവുക? പുരാതന വീടിന്റെയും തോട്ടത്തിന്റെയും കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ ഭവാനി പുഴയിലേക്ക് പുറപ്പെട്ടു. മലയുടെ മുകളിലുള്ള പുഴ. കിഴക്കോട്ടൊഴുകുന്ന ഏതാനും പുഴകളിൽ ഒന്ന്. ഞങ്ങൾ പുഴയിലേക്ക് പാലത്തിലൂടെ നടന്നു. കേരളത്തിൽ നിന്നും ഉദ്ഭവിച്ച് സൈലന്റ് വാലിയിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഈ നദി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. 400 കിലോമീറ്റർ നീളമുള്ള ഈ നദി തമിഴ്നാട്ടിലെ ഈരോടിനടുത്ത് വെച്ച് കാവേരിയുമായി കൂടിച്ചേരുന്നു. വരകാറ്, ശിരുവാണി നദി എന്നിവയാണ് ഭവാനി പുഴയുടെ പ്രധാന പോഷക നദികൾ. ഭവാനി പുഴയിലെ കുളി വല്ലാത്തൊരു ആസ്വാദനം തന്നെയായിരുന്നു. എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ കുളി. കുളിക്കിടെ ഹജ്ജിന്റെ ഓർമ്മകൾ പലതും പങ്കുവച്ചു.
ഹാജിമാര് ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ മുതലില്ല. എല്ലാവരും അട്ടപ്പാടിക്ക് പോരെ. ആർക്കെന്തായി പറയാണ്ടെങ്കിൽ പറയാട്ടോ. ഏറ്റവും ചെലവ് ടൂർ പോകാൻ പറ്റിയ ഏറ്റവും ഏക സ്ഥലം അട്ടപ്പാടിയിലെ ഭവാനിപ്പുഴയിലാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണത്. നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് സുരക്ഷിതമായിട്ട് കുളിക്കാൻ സുരക്ഷിതമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് വെള്ളമാണ്, നല്ല ശുദ്ധമായ വെള്ളം. നമ്മുടെ 2017 ഹജ്ജ് ഗ്രൂപ്പാണ്, അൽഹിന്ദില് പോയ ഹജ്ജ് ഗ്രൂപ്പാണ് ഇപ്പൊ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. വളരെ സെറ്റപ്പാണ്, അടിപൊളി. എന്തായാലും ഒരു പ്രാവശ്യം എല്ലാവരും അട്ടപ്പാടിയിൽ വരണം. നല്ല സൂപ്പർ ക്ലൈമറ്റ്, സൂപ്പർ ഏരിയ. നമ്മുടെ പെരുമ്പാവൂര് കൊച്ചുണ്ണിക്കാളെ നേതൃത്വത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നല്ല വെള്ളം, ഭവാനിപ്പുഴയിലാണ് ഞങ്ങളുള്ളത്. ഇപ്പം രാവിലെ വന്നു, ഞങ്ങൾ ഇന്നൊരു ദിവസം തങ്ങി നാളെയാണ് തിരിച്ചു പോകുന്നത്. അതാണ് എന്തായാലും അടിപൊളി. വളരെ സന്തോഷം. അൽഹംദുലില്ലാ, അല്ലാഹു തആലയുടെ അജായിബുകളെ കാണുക എന്ന ഒരു വലിയ ദൗത്യമാണ് വളരെ ഹാപ്പിയായി. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനാണല്ലോ ദുനിയാവിലുള്ള നിഅമത്തുകളൊക്കെ തന്നിട്ടുള്ളത്. ആ നിഅമത്തുകൾ ആസ്വദിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു ഈ ഒരു സംഘം ഇന്ന് രാവിലെ മുതൽ പുറപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒരു ഫുൾ ഡേ ഒരു വലിയ എൻജോയ്മെൻറ്റിനോട് കൂടെ അള്ളാഹുവിൻ്റെ അജായിബുകളിലും അള്ളാഹുവിൻ്റെ ദിക്റിലും ശുക്രിലൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ജീവിതമാണ് ഇന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ കൊച്ചുണ്ണി ഹാജിയും അതുപോലെ നമ്മുടെ മുജീബ് നദി ഉസ്താദൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. കുളി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇരുട്ടായിരുന്നു. തിരിച്ച് ഗ്രാൻഡ് ലോഡ്ജിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും നന്നായി വിശന്നിരുന്നു. ഇത്ര നേരം വെള്ളത്തിൽ കിടന്നാൽ എങ്ങനെയാണ് വിശക്കാതിരിക്കുക? ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഡിന്നർ റെഡിയായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഭക്ഷണത്തിന് നല്ല രുചി. രാവിലെ ഞങ്ങൾ 50 വർഷമായി ഇവിടെ താമസിക്കുന്ന മൊയ്തീൻ കയുമായി സംസാരിച്ചു. പാപ്പ, ഉമ്മ, ഞങ്ങൾ 4 മക്കളാണ്. തൊടുപുഴ ഇന്ന് ഇങ്ങോട്ട് കുടിയേറിയത്. അങ്ങനെ വരുമ്പോൾ വലിയ ജനവാസ സ്ഥലമൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഫുള്ള് ടൗൺ പോലെയായി, ജനവാസങ്ങൾ കൂടി, ഒരുപാട് ബന്ധങ്ങളായി. എനിക്ക് തന്നെ 3 മക്കളുണ്ട്. കല്യാണങ്ങൾ കഴിഞ്ഞു, ആ മക്കളാണ്. അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നുമില്ല. ശേഷം ഞങ്ങൾ പരപ്പൻ തറയിലേക്ക് യാത്ര പുറപ്പെട്ടു. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട്. എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് കൊച്ചുണ്ണിക്ക പറഞ്ഞിരുന്നു. മേലെ താവളത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ പരപ്പൻ തറയിലെത്താം. ഞങ്ങൾ പരപ്പൻ തറയിലെത്തി. നല്ല കാഴ്ച. കുടുംബത്തോടൊപ്പം വരാനും കുളിക്കാനും പറ്റിയ സ്ഥലം. ചുറ്റും മനോഹരം. എന്ത് ഭംഗിയുള്ള കല്ലുകൾ.
പരപ്പൻതറയിലെ കാഴ്ചകൾക്ക് ശേഷം സൗഹൃദ സന്ദർശനത്തിനായി വയാസ് ഹോളിസ്റ്റിക് ആയുർവേദിക് റിസോർട്ട് സന്ദർശിച്ചു. ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. വളരെ മനോഹരമായ കാഴ്ചകൾ, ഏറ്റവും ഉയരത്തിൽ നിരവധി കോട്ടേജുകൾ. അങ്ങനെ അട്ടപ്പാടിയിലെ ഹാജി സംഗമം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒത്തിരി നിമിഷങ്ങൾ നൽകിയ ഒരു ദിനം. വിശുദ്ധ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയവർ വീണ്ടും അട്ടപ്പാടിയിൽ ഒരുമിച്ച് കൂടി. ഈ യാത്ര ഇത്രയും സന്തോഷകരമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്ത കൊച്ചുണ്ണിക്കയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. നിങ്ങൾക്കും പോകാം അട്ടപ്പാടിയുടെ പ്രകൃതിദത്തമായ മനോഹരമായ കാഴ്ചകൾ കാണാൻ. അത്രയ്ക്ക് മനോഹരമാണ് അട്ടപ്പാടി. ഗ്രാൻഡ് ലോഡ്ജിൽ വളരെ സുരക്ഷിതമായി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് താമസിക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ഇടുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. തൽക്കാലം നിങ്ങളോട് ഈ ആഴ്ച വിട ചോദിക്കുകയാണ്. വീണ്ടും അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പുതിയൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം.